എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇറാനും ഇസ്രായേലും വെടിനിർത്തലിന് ധാരണയായി. ഇസ്രായേൽ മൊത്തം നിർത്തിക്കഴിഞ്ഞെങ്കിലും ഇറാൻ വീണ്ടും മിസൈൽ ഇസ്രായേലിലേക്ക് അയച്ചു. അതിൽ ആരൊക്കെയോ മരണപ്പെട്ടു. ഇതിൽ പ്രകോപിച്ച് ഇസ്രായേൽ വീണ്ടും ഇറാനിലേക്ക് മിസൈൽ അയച്ചു. അതിലും മരണങ്ങൾ സംഭവിച്ചു. ഇത് ഈ സീസ്ഫയർ പ്രഖ്യാപിച്ചത് ട്രംപ് ആയിരുന്നു. അദ്ദേഹം മുൻപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉള്ള യുദ്ധത്തിനും അദ്ദേഹം സീസ്ഫയർ പ്രഖ്യാപിച്ചു. അതിൻ്റെ പ്രധാന കാരണം ട്രംപിന് ഈയിടെയായിട്ട് ഒരു നോബൽ സമ്മാനം കിട്ടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അത് ഏറ്റവും കൂടുതൽ സ്പിരിറ്റാകാൻ കാരണം ഈയിടയ്ക്ക് ആ പട്ടാള മേധാവി പാകിസ്ഥാനിൽ നിന്ന് പോയി അവിടെ പോയി ട്രംപുമായി ഉച്ചഭക്ഷണം കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് നോബൽ സമ്മാനം, സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കിട്ടണമെന്ന് ഈ പാകിസ്ഥാൻ പട്ടാള മേധാവിക്ക് ഒരാഗ്രഹമുള്ളതായി അറിയിച്ചു. അപ്പോൾ അത് ട്രംപിന് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. അതിനെ അദ്ദേഹം ഇടപെട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയും ഉള്ള യുദ്ധം നിർത്തിയത്. ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അദ്ദേഹം നിർത്തി. പക്ഷേ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഇറാനും ഇസ്രായേലും അവരുടെ റോക്കറ്റ് ഫയറിങ്ങിൽ അതും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെപ്പോൾ തീരുമെന്ന് ഒന്നും അറിയില്ല. കാരണം ഇവർക്ക് സ്വയം തന്നെ ഒരു കോൺഫിഡൻ്റ് ഇല്ല. ഇസ്രായേൽ എങ്ങനെയായിരിക്കും എന്ന് ഇറാൻ എങ്ങനെയായിരിക്കും ഇസ്രായേലിനും അറിയില്ല. അവരിങ്ങനെ മിസൈലൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ജനങ്ങൾ അവസാനം വിഡ്ഢികളാകുള്ളൂ. ഇന്നലെ ഖത്തറിലേക്ക് അയച്ച ആ മിസൈലുകൾ അത് ഖത്തറിലെ ജനങ്ങളിലേക്കല്ല, അത് അമേരിക്കക്കാർക്കെതിരായിട്ടാണ് ചെയ്തത്. കാരണം ഈ ഖത്തറിലുള്ള മിലിറ്ററി അവിടേക്കാണ് ഇദ്ദേഹം ഇറാൻ മിസൈൽ അയച്ചത്. അതിനാരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. കാര്യം ഖത്തറുമായിട്ട് യാതൊരു കുഴപ്പമില്ലെന്ന് ഇറാൻ പറയുക. എന്നാൽ 19 സെൻറ്റേഴ്സ് ഗൾഫിൽ അങ്ങോളം ഇങ്ങോളം കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങളുള്ളതിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ഇന്നലെ ഒരു മിസൈൽ അയച്ചത്. ഒരു പക്ഷേ നാളെയോ മറ്റന്നാൾ അടുത്ത ഏതെങ്കിലും അയച്ചാലും അത് അമേരിക്കയ്ക്കെതിരായിട്ടുള്ളതാണ്. മറ്റുള്ള രാജ്യം ഇപ്പോൾ ദുബായിലുണ്ട്, ബഹ്റൈനിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, ഒമാനിലുണ്ട്, അങ്ങനെ പല ഭാഗത്തും. അവിടേക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് വല്ലതും ഇതുപോലെ ഒരു മിസൈൽ അയച്ചുകൂടായികയില്ല. പക്ഷേ ഒരു കണക്കിന് അങ്ങനെ പോകുമ്പോഴും അത് ട്രംപ് അവിടെയും സീസ് ഫയർ ആക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടാനുള്ള പോയിൻറ്റ്സുകൾ കിട്ടും. എന്തായിരുന്നാലും ഇപ്പോൾ നമുക്കാർക്കും ഒന്നും പറയാൻ സാധിക്കാത്തൊരു നിലയിലാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം എത്തിയിരിക്കുന്നത്. ഇവർ ഒരു സമയം അവർ പരസ്പരം പറയും സീസ് ഫയറായി. അത് കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലും അയക്കുന്നു. അപ്പോൾ ഇതിനൊരു പ്രസക്തി ഇല്ലാത്തൊരവസ്ഥയാണ്. അതായത് ആര് പറയുന്നത് വിശ്വസിക്കണമെന്ന് അറിയാൻ വയ്യാത്തൊരു സ്റ്റേജും. ഇന്നലെ നമ്മുടെ നിലമ്പൂരിൽ നടന്ന വെടിക്കെട്ടിൽ അൾട്ടർ ഫെയിലിയർ ആയത് നമ്മുടെ സുരാജായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു
ഫെയിലിയർ ആയിരുന്നത്. പക്ഷെ അതിൻ്റെ പിന്നിൽ വെടിക്കെട്ട് 2ാം സ്ഥാനത്ത് എത്താൻ കാരണം സുരാജ് അപ്പം സഹാവാണ് അതിൽ കളിച്ചെന്നയക്കുന്നത്. അപ്പൻ സഹാവിൻ്റെ എന്തോ ചില നീക്കങ്ങൾ സുരാജിൻ്റെ വിജയത്തിന് തടസ്സമായി നിന്നു എന്നാണ് ജനസംസാരം. ഇനി അതിനെക്കുറിച്ച് അപ്പൻ സഹാവ് ഒന്നും പ്രതികരിച്ചില്ല. പ്രതികരണം വളരെ വൈകാതെ തന്നെ ഉണ്ടാകും. എന്തായിരുന്നാലും സുരാജിന് ഇങ്ങനെയുള്ളൊരു തിരിച്ചടി കിട്ടുമെന്ന് സുരാജ് വിചാരിച്ചതല്ല. കാരണം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നടന്നൊരു ഇലക്ഷനാണ്. ജനങ്ങൾ ഇത്ര കണ്ട് സുരാജിനോട് ഒരു നീതികേട് കാണിക്കേണ്ടതായിരുന്നില്ല, കാണിച്ചു. സാരമില്ല, അതെന്തായാലും അപ്പൻ സഹാബ് അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടിരിക്കാം, പോട്ടെ. ഇനി നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ വരുന്ന നാളുകൾ അത്ര സമാധാനത്തിൻ്റെ നാളുകളായിരിക്കില്ല. ഏത് സമയത്തും എന്തും സംഭവിക്കാം. ഇനി ഈ ഗൾഫ് മേഖലകളിൽ ഇപ്പോൾ ഇറാനും ഇസ്രയേലും ഏത് തരത്തിലുള്ള ഫൈറ്റിംഗ് തുടർന്നാലും അതിൻ്റെ ഒരു എഫക്റ്റ് 100% നമ്മുടെ കേരളത്തിലും ഉണ്ടാകും. നമുക്കെല്ലാം അറിയാം, കേരളത്തിൽ ഏതാണ്ട് 65% ആൾക്കാരും ഗൾഫ് നാടുകളിലാണ്, ഗൾഫ് മേഖലകളിലാണ്. അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് നേരെ എഫക്റ്റ് ആകുന്നത് നമ്മുടെ കേരളത്തിലാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഈ പക്ഷം പിടിച്ചുള്ള ചില മനുഷ്യരുടെ ഈ കമൻസൊക്കെ ഒന്ന് നിർത്തിയാൽ നന്നായിരിക്കും. നമുക്ക് ഇറാനും വേണം, ഇസ്രയേലും വേണം. ഈ 2 രാജ്യങ്ങളും സുരക്ഷിതമായി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സുരക്ഷിതരാകൂ. അവർ പരസ്പരം യുദ്ധം ചെയ്താൽ ആ യുദ്ധക്കെടുതികൾ അവരെക്കാളും കൂടുതൽ അനുഭവിക്കുന്നത് നമ്മുടെ നാടും നമ്മുടെ ആൾക്കാരുമായിരിക്കും. സോ കഴിയുന്നതും സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി നാം ശ്രമിക്കണം. സമാധാന ശ്രമങ്ങൾ ഏത് നേതാക്കന്മാർ ശ്രമിച്ചാലും അവർക്ക് വേണ്ട പ്രചോദനങ്ങൾ നാം കൊടുക്കേണ്ടതാണ്. ഇവിടെ ആര് ജയിച്ചാലും ആര് തോറ്റാലും അതിൻ്റെ ഭവിഷ്യത്തുകൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരും. കാണാം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. നമ്മുടെ ട്രംപിൻ്റെ ആഗ്രഹം പൂവണിയട്ടെ. ഇറാനും ഇസ്രയേലും സീസ്ഫയർ ആകട്ടെ. പരസ്പരം ഇനിയും പരസ്പരം ഫൈറ്റ് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് നമുക്ക് ആശിക്കാം. വീണ്ടും നമ്മുടെ മറ്റൊരു വീഡിയോയിൽ കൂടി നമുക്ക് കാണാം നമ്മുടെ യുദ്ധവിശേഷങ്ങളുമായി. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.